Hi all. ഞാൻ ഈ ക്ലാസ്സിൽ ഒരു ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം ആണ് ചെയ്യുന്നത്. The problem I am going to narrate. The problem is write a C function linear search that accept an array A key element key and a number of elements n as arguments and return a value 1 when the key element key is present in an array A and 0 otherwise. അപ്പോൾ ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതണം. ആ ലീനിയർ ഫംഗ്ഷനകത്ത് 3 പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു എൻറ്റയർ സിംഗിൾ ഡയമെൻഷണൽ അറേ, അതിൻ്റെ അറേയുടെ പേര് എ എന്നാണ്. രണ്ടാമത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ കീ എന്ന് പറഞ്ഞ പാരാമീറ്റർ ആണ്. ദാറ്റ് ഈസ് ദ എലിമെന്റ് ടു ബി സെർച്ച്. മൂന്നാമത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ആ അറേയിൽ ഓൾറെഡി ഉള്ള n എലിമെന്റ്സ്, എത്ര എലിമെന്റ്സ് ആണ് ഉള്ളത്, ആ എലിമെന്റ്സിന്റെ നമ്പർ ആണ് മൂന്നാമത്തെ പാരാമീറ്റർ. ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന 2 വാല്യൂ ആണ്, ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. 1 എപ്പോഴാണ് റിട്ടേൺ ചെയ്യുന്നത്? ആ ഫംഗ്ഷൻ ആ പർട്ടിക്കുലർ കീ എലിമെന്റ് അറേയിൽ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ എ വാല്യൂ 1, അല്ലെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ എ വാല്യൂ 0. ഇനി ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? റൈറ്റ് എ ഫംഗ്ഷൻ റീഡ് അറേ ദാറ്റ് അക്സെപ്റ്റ് an array A and number of elements n as argument that read n elements and store it in array A. Write a function display array that accept array A and number of elements n as arguments that display n elements already stored in A. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഫംഗ്ഷൻസ് എഴുതുന്നു ഇത് സോൾവ് ചെയ്യാൻ? ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതുന്നു, റീഡ് അറേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതുന്നു. റീഡ് അറേയുടെ ഫംഗ്ഷനകത്ത് 2 ആർഗ്യുമെന്റ് ആണ് ഉള്ളത്. ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്ത് ചെയ്യുന്നു? ഒരു സിംഗിൾ ഡയമെൻഷണൽ അറേ ആണ്. ആ അറേയുടെ പേര് എ എന്നാണ്. അതിനകത്ത് എത്ര എലിമെന്റ്സ് ആണ് റീഡ് ചെയ്യേണ്ടത് അതായിരിക്കണം രണ്ടാമത്തെ ആർഗ്യുമെന്റ്. അപ്പോൾ 2 ആർഗ്യുമെന്റ് ഉള്ള ഒരു ഫംഗ്ഷനാണ് റീഡ് അറേ. അതുപോലെ സിമിലർലി 2 ആർഗ്യുമെന്റ് ഉള്ള വേറൊരു ഫംഗ്ഷനാണ് ഡിസ്പ്ലേ അറേ. ഡിസ്പ്ലേ അറേ എന്ത് ചെയ്യുന്നു? നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു അറേ നമ്മൾ അതിനകത്ത് പാസ് ചെയ്യണം. അതിനകത്ത് എത്ര എലിമെന്റ്സ് ഉണ്ട് അതും പാസ് ചെയ്യണം. പാസ് ചെയ്താൽ ആ എലിമെന്റ്സിനെ കംപ്ലീറ്റ് പ്രിന്റ് ചെയ്യണം, ടെർമിനലിൽ പ്രിന്റ് ചെയ്യണം. ഇത്രയാണ്. അപ്പോൾ 3 ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഇത് സോൾവ് ചെയ്യാൻ. ഒന്ന് ലീനിയർ സെർച്ച് വിത്ത് 3 ആർഗ്യുമെന്റ്സ്, റീഡ് അറേ വിത്ത് 2 ആർഗ്യുമെന്റ്സ്, ആസ് വെൽ ആസ് ഡിസ്പ്ലേ അറേ വിത്ത് 2 ആർഗ്യുമെന്റ്സ്. എന്നിട്ട് ഈ എല്ലാ ഫംഗ്ഷൻസും 1 by 1 ആയിട്ട് നമ്മൾ ഏത് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യണം? മെയിൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യണം. ദിസ് ഈസ് ദ പ്രോബ്ലം. ഇനി ഇതിന്റെ അൽഗോരിതത്തെ കുറിച്ചാണ് പറയുന്നത്. ലീനിയർ സെർച്ചിന്റെ ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ നമ്മൾ ആദ്യമേ എഴുതുന്നു. ആ ഫംഗ്ഷനകത്ത് ഇൻപുട്ട് എന്താണ്? ഒരു അറേ എ ആണ്. പിന്നെ രണ്ടാമത്തെ ഇൻപുട്ട് എന്താണ്? രണ്ടാമത്തെ ഇൻപുട്ട് എന്നും കീ എൻ നമ്പർ ഓഫ് എലിമെന്റ്സ് എൻ ആൻഡ് ദ കീ എലിമെന്റ് ടു ബി സെർച്ച്ഡ് കീ. 3 ആർഗ്യുമെന്റ് ഉള്ള ഒരു ഫംഗ്ഷൻ ലീനിയർ സെർച്ച്. അതെങ്ങനെയാണ് GDB കമ്പൈലറിൽ കോഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ലെറ്റ് us go to the GDB കമ്പൈലർ. ഈ ഫംഗ്ഷൻ ഫസ്റ്റ് നമ്മൾ അതിന്റെ പ്രോട്ടോടൈപ്പ് എഴുതുന്നു. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ ഡിക്ലറേഷൻ എഴുതുന്നു. അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണ്? ഒരു ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആണ്. റിട്ടേൺ ടൈപ്പ് ഈസ് ആൻ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ്. ഇനി ആ ഫംഗ്ഷന്റെ പേരെന്താണ്? ലീനിയർ സെർച്ച്. ഐ എം ജസ്റ്റ് കോഡിംഗ് ദ നെയിം ഓഫ് ദ ഫംഗ്ഷൻ. ലീനിയർ സെർച്ച് ഇസ് ദ നെയിം ഓഫ് ദ ഫംഗ്ഷൻ. ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ ഡയമെൻഷണൽ അറേ ആണ് ഓഫ് സൈസ് 25 ഞാൻ കൊടുക്കുന്നു. സെക്കൻഡ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞ നമ്പർ ഓഫ് എലിമെന്റ്സ് ദാറ്റ് ഈസ് n ആൻഡ് ഡാറ്റ ടൈപ്പ് n ആണ്. മൂന്നാമത്തെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ കീ ആണ്. കീ ഇസ് ദ എലിമെന്റ് ടു ബി സെർച്ച് ആൻഡ് ദ ഡാറ്റ ടൈപ്പ് കീ ആണ്. സോ ദിസ് ഈസ് ദി ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഓഫ് ലീനിയർ സെർച്ച്. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് ഈ ഫംഗ്ഷൻ എഴുതണമെങ്കിൽ വി ഹാവ് ടു റൈറ്റ് ദ ഡെഫിനിഷൻ ഓഫ് ദ ഫംഗ്ഷൻ ലീനിയർ സെർച്ച്. ഐ എം ഗോയിങ് ടു റൈറ്റ് ദ ഡെഫിനിഷൻ ഓഫ് ദ ഫംഗ്ഷൻ ലീനിയർ സെർച്ച്. ഇന്റ് ഈസ് ദ റിട്ടേൺ ടൈപ്പ് ലീനിയർ സെർച്ച്. അതിനകത്ത് ഫസ്റ്റ് ആർഗ്യുമെന്റ് ഈസ് an array A of size 25. Second argument is the number of elements. Third argument is the key element to be searched. 3 arguments. Linear search in the spelling തെറ്റി. So I'm just linear SCARCH. So ഞാൻ എൻ്റെ ഡിക്ലറേഷനും ഡെഫിനിഷനും എഴുതി. ഇനി നമ്മളിതിൻ്റെ അൽഗോരിതത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സ്റ്റെപ്പുകളും ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സെറ്റ് I is equal to 0 and found is equal to 0. These are the 2 steps. Step 1 is set I is equal to 0 and found is equal to 0. I യും ഫൗണ്ടും ആദ്യമേ ഡിക്ലെയർ ചെയ്യണം. സോ ഐ എം ഡിക്ലെയറിംഗ് int I, found. These two are declared before it is used. I equal to 0, semicolon, found is equal to 0. These are the ഈ 2 സ്റ്റെപ്പുകളും ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ അൽഗോരിതം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? റിപ്പീറ്റ് സ്റ്റെപ്സ് 3 to 6 while I less than n. സോ while I less than n ഞാൻ ആ കണ്ടീഷൻ എഴുതുന്നു. while I less than n ഐ എം ജസ്റ്റ് റൈറ്റിംഗ്. അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? if A of I is equal to key, found is equal to 1. അത് മാത്രമാണ് കൊടുക്കുന്നത്.
അപ്പോൾ നമ്മൾ ഇതിനകത്ത് എ എന്ന് പറഞ്ഞാൽ അറേ ടു ബി സെർച്ച്ഡ് ഇഫ് എ ഓഫ് ഐ ഈസ് ഈക്വൽ ടു ഡബിൾ ഈക്വൽ ടു കീ ആണെങ്കിൽ ജസ്റ്റ് ഐ എം സെറ്റിംഗ് ഫൗണ്ട് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഫൗണ്ടിൻ്റെ വാല്യൂ ഇനിഷ്യലി 0 ആയിരിക്കും. എപ്പോൾ അറയിലെ ഏതെങ്കിലും ഓരോ എലിമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും, ആ എലിമെൻറ്റ് കീയുമായിട്ട് സെയിം ആണെങ്കിൽ ഫൗണ്ടിൻ്റെ വാല്യൂ 1 ആകും. സോ ദാറ്റ് ഈസ് ദ അൽഗോരിതം. അൽഗോരിതത്തിൻ്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ഇഫിന് എൻഡാണ് സ്റ്റെപ്പ് 5. സ്റ്റെപ്പ് 6 എന്താണ്? ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1. അത് ഞാൻ കോഡ് ചെയ്യുന്നു. സ്റ്റെപ്പ് 6-നകത്ത് ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 6 കഴിഞ്ഞു. സ്റ്റെപ്പ് എൻഡ് ഓഫ് ദ റിപ്പീറ്റ് വൈൽ ലൂപ്പ്, അതിൻ്റെ കർലി ബ്രേസ് നമ്മൾ കൊടുത്തു. സ്റ്റെപ്പ് 8 എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഫൗണ്ട്. സോ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ സ്റ്റെപ്പ് 8. അതിനുശേഷം റിട്ടേൺ ഫൗണ്ട്. ഫൗണ്ടിൻ്റെ വാല്യൂ ഒന്നുകിൽ 0 ആയിരിക്കും, 1 ആയിരിക്കും. ആ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ കോഡിംഗ് ഫോർ ദ ലീനിയർ സെർച്ച്. ഇനി അടുത്ത അൽഗോരിതം, സെക്കൻഡ് അൽഗോരിതം എന്താണ്? അടുത്ത അൽഗോരിതം എന്ന് പറയുന്നത് റീഡ് അറേ എന്ന് പറഞ്ഞ അൽഗോരിതമാണ്. റീഡ് അറേ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷന് 2 ഇൻപുട്ടാണ് ഉള്ളത്, ഒരു സിംഗിൾ ഡയമെൻഷണൽ അറേ എ ആൻഡ് ദ നമ്പർ ഓഫ് എലിമെന്റ്സ് n. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കോഡ് ചെയ്യും? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡിക്ലെയർ ദാറ്റ് ഫംഗ്ഷൻ ഫസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഡിക്ലറേഷന് താഴെ റീഡ് അറേ എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടോ? ഇറ്റ് ഡസ് നോട്ട് റിട്ടേൺ എനി വാല്യൂ. സോ ഇറ്റ്സ് റിട്ടേൺ ടൈപ്പ് ഈസ് void. സോ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് void read array എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഫസ്റ്റ് ആർഗ്യുമെന്റ് ഈസ് അഗെയിൻ a single dimensional array of size 25 and the second argument is n. This is the thing. Okay, read array. So I have a void read array. First argument is int a of say 25 comma int n. So this is the definition for the read array. Read array എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അതിനകത്ത് തിരിഞ്ഞ് ഓരോ സ്റ്റെപ്പുകളും 1 by 1 ആയിട്ട് കോഡ് ചെയ്യുന്നു. പ്രിന്റ് എൻ്റർ ദി അറേ എലിമെന്റ്സ്. അപ്പം ഞാൻ ആ മെസ്സേജ് കൊടുക്കുന്നു, പ്രിന്റ് ഓഫ്. നമ്മൾ ഇതിനകത്തോട്ട് സീലോട്ട് പോകുമ്പോൾ /n/n എൻ്റർ ദി അറേ എലിമെന്റ്സ്. എൻ്റർ ദി അറേ എലിമെന്റ്സ്. set I is equal to 0. I നമ്മൾ ഡിക്ലെയർ ചെയ്യണം ആദ്യമേ. സോ വി ഹാവ് ടു ഡിക്ലെയർ I is equal to 0. സോ ഇൻറ്റിജർ int I equal to 0. Repeat steps 4 through 5 while I less than n. So ഞാൻ അടുത്തത് while I less than n. While I less than n. ഓക്കെ, അതിനകത്ത് നമ്മൾ എന്തെഴുതുന്നു? റീഡ് എ ഓഫ് ഐ. റീഡ് എ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? scanf %d ampersand a of i. അതാണ്. അതിനുശേഷം എന്താണ്? set I is equal to I plus 1. അപ്പോൾ അതിനുശേഷം I is equal to I plus 1. set I is equal to I plus 1. Okay, I increment ചെയ്തു. This is the function for read array. അപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ അൽഗോരിതത്തിൻ്റെയും സി ഇംപ്ലിമെൻറ്റേഷൻ എഴുതി. ഇനി മൂന്നാമത്തെ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ അറേ ആണ്. അതിനകത്തും ഇതേപോലെ തന്നെ ഒരു സിംഗിൾ ഡയമെൻഷണൽ അറേയും നമ്പർ ഓഫ് എലിമെന്റ്സും ആർഗ്യുമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. സോ ഐ എം ഗോയിങ് ടു ഡിക്ലെയർ ദ ഡെഫിനിഷൻ ഫോർ ദ ഫംഗ്ഷൻ ഡിസ്പ്ലേ അറേ. സോ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്താണ്? റിട്ടേൺ ടൈപ്പ് void ആണ്. void display array int a of 25 comma int n. void display array int a of 25 comma int n.
This is the display array. The array elements are എന്നുള്ള message print ചെയ്യുന്നു. Printf /n/n. That is step number 1 of the algorithm. The array elements are എന്നുള്ള message print ചെയ്യുന്നു. That is by using this. അടുത്ത step എന്താണ്? Set I is equal to 0. So I is equal to I have to be declared first. So first of all, I'm just declaring I. Int I. Set I equal to 0. While I less than n. So I'm just writing while I less than n. Do the following steps. What are the steps? The steps are print a of I and print a space. So printf just a %5d for putting totally the entire data is printed within 5 spaces. A of I. So print the value and the space is also working fine. So again, I is incremented by 1. I is equal to I plus 1. I is equal to I plus 1. So this is the algorithm for a display array. In India, you have to use the main function. A main function idana paranjirikkunnathu display adinathu test cheyanam. Adinathu first step endana enter the number of elements. Appo aadime adinathu read cheyanam. So printf, I am just changing /n/n, enter the number of elements. Within that, enter the number of elements. Read n. So I'm just declaring n. So in this space n, scanf %d comma ampersand n, read array an. So നമ്മൾ ആദ്യമേ read array ക്ക് വേണ്ടി ഉള്ള array ആദ്യമേ declare ചെയ്യണം. So I'm just passing an array to this thing. So a of say 25. I'm declaring an array a of 25. I'm calling the function read array. A is the actual argument. Entire array ആണ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറേയുടെ entire array ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ അറേയുടെ പേര് മാത്രം കൊടുത്താൽ മതി. A, n. Read array A, n. Just pass the name of the array so that the entire array is passed to this function. Okay. അപ്പോൾ ഫംഗ്ഷനിലോട്ട് പോകും. ഫംഗ്ഷനകത്ത് പറയുന്ന ഓരോ സ്റ്റെപ്സുകളും എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഡിസ്പ്ലേ അറേ. array read ചെയ്ത array ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കുന്നത്. I'm just calling the function display array of A, n. I'm just calling this function display array. Enter the element to be searched. That is the 5th step. So printf /n/n, enter the element to be searched. Enter the element to be searched, the read key value. So key read ചെയ്യുന്നതിന് മുമ്പേ key value declare ചെയ്യണം. Key is an integer data type. അത് ഞാൻ declare ചെയ്യുന്നു. Key declare ചെയ്തു. So scanf %d ampersand key. So this ampersand key. So the key value is read through keyboard. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്താണ്? അൽഗോരിതത്തിൽ പറയുന്നത് റിസൾട്ട് ഈസ് ഈക്വൽ ടു ലീനിയർ സെർച്ച്. റിസൾട്ട് എന്ന് പറഞ്ഞ ഒരു ഡാറ്റ ഡിക്ലെയർ ചെയ്യണം. റിസൾട്ട് ഡിക്ലെയർ ആസ് എൻ ഇൻറ്റീജർ. റിസൾട്ടിന്റെ വാല്യൂ എന്തായിരിക്കും? either 1 or 0. Result is equal to linear search is CARCH. First argument A. Second argument എന്താണ്? What is the second argument of this linear search? Second argument എന്ന് പറയുന്നത് number of elements and third argument is the key. So A, n, third argument is the key value. So these three are passed as the actual parameters to the function.
linear search. So linear search returns a value either 0 or 1. അപ്പോൾ റിസൾട്ടിനകത്ത് ഒന്നുകിൽ ഈ എലിമെന്റ് കീ എലിമെന്റ് പ്രസന്റ് ആണെങ്കിൽ 1 ആയിരിക്കും, കീ എലിമെന്റ് പ്രസന്റ് അല്ലെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇഫ് റിസൾട്ട് ഈസ് ഈക്വൽ ടു 1 പ്രിന്റ് സെർച്ച് സക്സസ്ഫുൾ, എൽസ് പ്രിന്റ് സെർച്ച് അൺസക്സസ്ഫുൾ. സോ അതാണ് ഞാൻ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇഫ് റിസൾട്ട് ഈസ് ഈക്വൽ ടു 1 printf search successful, else printf /n search unsuccessful. These two messages are printed. So that's all for the algorithm. That's all the implementation of this linear search. So let us try to run this algorithm and let us see how it works. I'm selecting the C language as the thing. I'm just running this algorithm, this function. So there is an error, printf %d wanting too many arguments. So printf %5d ഇവിടെ കൊടുത്തിട്ടില്ല. That is at line number 46. Percentage is missing here. That's why it shows an error. So that I have put the percentage, and again I am trying to run this function. So main undefined reference to linear search. Linear search in the undefined reference on linear search and declaration level തെറ്റിയിട്ടുണ്ടോ നോക്കട്ടെ. linear is NEAR A ഉണ്ട്, വിട്ടുപോയതാണ്. So that's now that also is resolved. So I'm just enter the number of elements 10. I'm just putting enter the array elements 1 2 3 4 5 6 7 8 9 10. So the array elements are enter the element to be searched and 11 കൊടുക്കുന്നു. So the search unsuccessful വരുന്നു. Again I am just trying to run for a successful search also. Enter the number of elements, say I am just putting 10. So I am just putting the same input 4 5 6 7 8 9 10. So I am just inputting 10 elements. Enter the element to be searched, I am putting 10. So the search is successful. So it is working fine. This thing is working fine. So you please trace the working of this algorithm and how this algorithm is translated into a C code. So this is the linear search problem I have given. Problem in the C implementation in the so just go through it, how exactly it will work. So linear search algorithm. You please go through this, read the study thoroughly about this algorithm, and then try to implement and then try the C implementation of the algorithm by directly from the algorithm itself. Algorithm തന്നെ direct ആയിട്ട് C implementation ഞാനിപ്പോൾ ചെയ്തതുപോലെ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. So that's all for today's session. Thank you all for patiently watching this session.